പെരുന്നാൾ ദിനങ്ങളിലാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പെരുന്നാളിനോട് അനുബന്ധിച്ചാണ് ഹജ്ജും ഉദ്ഹയ്യത്തും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതെല്ലാം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കുടുംബത്തെയും കൂടുതൽ സ്മരിക്കുന്ന കർമ്മങ്ങളാണ് എന്ന് നമുക്കൊക്കെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്മരിക്കാതെ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്മരിക്കാതെ ഒരാൾ നിസ്കാരം നിർവഹിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്മരിക്കാതെ ഒരാൾ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്നില്ല. ഇബ്രാഹിം നബിയെയും കുടുംബത്തെയും സ്മരിക്കാതെ നാം സംസം വെള്ളം കുടിക്കുന്നില്ല. അവരെയും കുടുംബത്തെയും സ്മരിക്കാതെ നാം തവാഫ് ചെയ്യുന്നില്ല. അവരെയും കുടുംബത്തെയും സ്മരിക്കാതെ നാം സഅയ് ചെയ്യുന്നില്ല. അവരെയും കുടുംബത്തെയും സ്മരിക്കാതെ നാം ജംറകൾ എറിയുന്നില്ല. അബൂന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വ ഉമർ റളിയല്ലാഹു അൻഹയെയും അനുസ്മരിക്കാതെ ഹജ്ജിന്റെ അവിഭാജ്യ ഘടകമായ അറഫ നാം പൂർത്തിയാക്കുന്നില്ല. ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്മരിക്കാതെ 5 വഖത്ത് നിസ്കാരം പൂർണ്ണമാകുന്നില്ല. മദീന സിയാറത്ത് ചെയ്യാതെ ഹജ്ജ് അതിന്റെ പരിപൂർണ പ്രാപ്തി കൈവരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പൂർവികരെയും സ്മരിക്കുക എന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഒരു വിശ്വാസിയുടെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ഒരിക്കൽ ചോദിച്ചു, നബിയെ, എന്താണ് ഈ ബലികർമ്മങ്ങൾ? തങ്ങൾ പറഞ്ഞു, സുന്നത്തു അബീക്കും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങളുടെ പിതാവ് പൂർവികൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചര്യയാണ് അത് എന്നാ പറഞ്ഞത്. സഹസ്രാബ്ദങ്ങളായി ലോകത്ത് മുസ്ലിമീങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, വിശ്വാസികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്ഹിയ്യത്ത് കർമ്മം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സ്മരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാരെ സ്മരിക്കലും അവരെ സ്നേഹിക്കലും അവരോട് ബഹുമാനം കാണിക്കലും അവരെ ആദരിക്കലും അതൊരു വിശ്വാസിയുടെ അടയാളമാണ്. അവരെ സ്മരിക്കുന്നതുകൊണ്ടും അവരെ ബഹുമാനിക്കുന്നതുകൊണ്ടുമാണ് നാം എല്ലാ സന്ദർഭങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ ആരാധനകളിൽ, അല്ലാഹുവിന് വേണ്ടി നാം ആരാധന നിർവഹിക്കുമ്പോൾ അടക്കം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ നമ്മൾ സ്മരിക്കുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ വിളിക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ എന്ന് തുടങ്ങി നബി തങ്ങളുടെ മേലും ആലിന്റെ മേലും നാം സ്വലാത്ത് നിർവഹിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും കുടുംബത്തിന്റെയും പേരിൽ നാം അവരെ സ്മരിക്കുകയാണ്, നിസ്കാരത്തിലടക്കം. അങ്ങനെ മഹാന്മാരെ സ്മരിക്കുകയും അവരോട് നമുക്ക് എത്രമാത്രം അടുപ്പവും ബഹുമാനവും ഉണ്ടാകുന്നോ അത് നമ്മുടെ ഈമാനിന് മാറ്റുകൂട്ടും. വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അതെല്ലാം ഈമാനിന്റെ അടയാളമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാന്മാരോടുള്ള ബന്ധവും അവരെ കുറിച്ചുള്ള സ്മരണകളും നമ്മിൽ നിന്ന് എന്ന് ഒഴിഞ്ഞു പോകുന്നുവോ അന്ന് നമ്മുടെ നാശത്തിന്റെ തുടക്കമാണ്. അവരെ സ്മരിക്കാൻ പാടില്ലെന്നും അവരെ ഓർക്കാൻ പാടില്ലെന്നുമൊക്കെ ആശ്രയം നമുക്കിടയിൽ രൂപപ്പെട്ടു വരുന്നത് അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വളർച്ചയല്ല, അത് ഇസ്ലാമിന്റെ തകർച്ചക്കാണ് കാരണമാകുക. മഹാന്മാരെ സ്മരിക്കുമ്പോഴേക്കും അതെല്ലാം ഷിയാക്കളിലേക്ക് നാം പോകുകയാണ് എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്.
ഷിയാക്കൾ അവർ ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളാണ് എന്നതിൽ സംശയമല്ല. അറവാഫിദു യഹൂദു ഹാദിഹിൽ ഉമ്മ, റാഫിദുകൾ ഈ ഉമ്മത്തിലെ ജൂതന്മാരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അവരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള നബി തങ്ങൾ കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനീയരായ സ്വഹാബിമാരെ പുച്ഛിച്ച് തള്ളിയവർ. അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരെ പലരെയും അവഹേളിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഷിയാക്കൾ പിഴച്ചുപോയവരാണെന്നൊരു സംശയമല്ല. പക്ഷേ അവർ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം തെറ്റാകില്ല. ഷിയാക്കൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഹജ്ജ് പാടില്ലെന്ന് പറയാൻ പറ്റുമോ? ഷിയാക്കൾ സിയാറത്ത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സിയാറത്ത് ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? ഷിയാക്കൾ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് 5 വക്ത് നിസ്കാരം പാടില്ലെന്ന് പറയാൻ പറ്റുമോ? ഷിയാക്കൾ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പൂർവികരായ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണെങ്കിൽ അതാരെങ്കിലും ചെയ്യുമ്പോഴേക്ക് അവർ നന്നാവണമെന്നില്ല. സ്വഹാബത്തിനെ അവഹേളിച്ചോ അതാണ് പിഴവിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഷിയാക്കൾ പിഴക്കാനുണ്ടായ ഏക കാരണം, പ്രധാന കാരണം, അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എൻ്റെ സ്വഹാബ ഒരാളും അതിൽ നിന്ന് ഒഴിവല്ല. അവർ ആര് നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാണ്, അവർ നിങ്ങളെ മാർഗദീപങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന സ്വഹാബികളിലും തങ്ങൾ കഴിഞ്ഞാൽ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിലും ഒന്നാം സ്ഥാനക്കാരനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ വളരെയധികം അവഹേളിച്ചവരാണ് ഷിയാക്കൾ. അതുകൊണ്ട് ഷിയാക്കളെ മുസ്ലിം ലോകത്തിന് അവരെ അംഗീകരിക്കാൻ കഴിയില്ല. അവർ ഇസ്ലാമിന്റെ ആളുകൾ അല്ല. പക്ഷേ സിയാറത്തും മൗലിദും അങ്ങനെ തുടങ്ങി മഹാത്മാക്കളെ സ്മരിക്കലും അതെല്ലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഷിയാക്കൾ ചെയ്യുന്നു എന്നുകൊണ്ട് അത് ഷിയായിസം അല്ല. ബദരീങ്ങളെ വിളിക്കാനും ബദരീങ്ങളെ സ്മരിക്കാനും എല്ലാം നമുക്ക് പാഠം നൽകിയത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. ബീബി റുബയ്യ റളിയല്ലാഹു അൻഹ ബദറിൽ ഷഹീദായ മുഅവ്വിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. അവരുടെ കല്യാണ ദിവസം തങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജുവൈരിയാത്തുൻ യദ്ലുബിന ബിദ്ദുഫി, ചെറിയ കുട്ടികൾ അവരെ ദഫ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. യന്ദുബിന മൻ ഖുതില മിൻ അബാഇഹിന്ന യൗമ ബദർ, ബദറിൽ ഷഹീദായ അവരെ പിതാക്കളെ, വാപ്പാനെ, എളാപ്പാനെ അവരെയെല്ലാം വിളിച്ച് സ്തുതിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന സദസ്സിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്നത്. തങ്ങൾ കടന്നു വന്നപ്പോൾ അതിലൊരു ചെറിയ കുട്ടി പാടി, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി, ഞങ്ങളുടെ നബി നാളെ വരാനുള്ള കാര്യം അറിയുന്ന നബിയാണ്. ആ കുട്ടി പാടിയത് ശരിയാണ്. കാരണം ബദരീങ്ങളെ സ്മരിച്ചുകൊണ്ട് പാടുമ്പോൾ, ബദരീങ്ങൾ ഒന്നാമനായ മുത്തുനബിയെ സ്മരിച്ചു പാടുമ്പോൾ, ബദറിനെ സ്മരിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പാടാൻ കഴിയും. കാരണം ബദർ നടക്കുന്നതിന്റെ തലേന്ന് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദാ മസ്റു അബീ ജഹൽ, ഹാദാ മസ്റു ഉത്ബ, ഹാദാ മസ്റു ഷൈബ, ഇവിടെയാണ് അബൂജഹൽ കൊല ചെയ്യപ്പെട്ട് വീഴുക, ഇവിടെയാണ് ഷൈബത്ത്, ഇവിടെയാണ് ഉത്ബത്ത് മറിഞ്ഞു വീഴുക. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തങ്ങൾ വരച്ച് കാണിച്ച പോയിന്റിൽ നിന്ന് അവരൊരു ഇഞ്ച് പോലും വിട്ടുപോയിട്ടില്ല. അവരെല്ലാവരും കൊല ചെയ്യപ്പെട്ട് അവിടെ വീണുപോയിട്ടുണ്ട്. നാളെ അവർ കൊല ചെയ്യപ്പെടുമെന്നും അവരെവിടെയാണ് വീണ് കിടക്കുക എന്നും കാലേക്കൂട്ടി ഗൈബ് പറഞ്ഞ നേതാവാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ ഹുവ അൽ ഗൈബി ബിളനീൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൈബ് അറിയുന്ന നേതാവാണെന്നതിൽ നമുക്ക് സംശയം ഇല്ല. തങ്ങൾ ഗൈബ് അറിയുന്നവരാണ്. ആ കുട്ടി അതാണ് പാടിയത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ദഈ ഹാദിഹി, എന്നെ കുറിച്ച് അങ്ങനെ നിങ്ങൾ പാടണ്ട,
വിനയത്തിന്റെ പ്രതീകമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എന്നെ കുറിച്ച് ഇപ്പോൾ വർണ്ണിച്ച് പാടണ്ട. വഖൂലി മാ തഖൂലീൻ, ഇതുവരെ നിങ്ങൾ പാടിയ പാട്ട് തന്നെ പാടിയാൽ മതി. ഇതുവരെ പാടിയത് എന്തായിരുന്നു? ബദരീങ്ങളെ വിളിച്ച് അവരെ സ്തുതിഗീതങ്ങൾ പാടി അവരെ അനുസ്മരിച്ച് പാടിയ പാട്ട്, ബദരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള പാട്ട് പാടാൻ പ്രചോദനം നൽകിയതും പഠിപ്പിച്ചതും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ ബദരീങ്ങളെ സ്മരിക്കലും മൗലിദോദലും അവരെ അനുസ്മരിക്കലും അതെല്ലാം ഷിയായിസമാണെന്ന് പറയുന്നത് ഇസ്ലാമിനെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം. ലാ യസാലുന്നാസു ബിഖൈരിൻ മാ തഫാദലു, ആദരിക്കേണ്ടുന്നവരെ ആദരിക്കുന്ന കാലത്തോളം എൻ്റെ ഉമ്മത്ത് നന്മയിലാണ്. അവരെ എല്ലാവരും ഒരുപോലെയായി കാണുന്ന ഒരു സാഹചര്യം വന്നാൽ ഹലകു, അവരുടെ നാശത്തിന്റെ തുടക്കമാണ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരെ ആദരിക്കുകയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും അവരെ സമീപിക്കുകയും ചെയ്യുക എന്നത് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സ്വഹാബത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത് എല്ലാവർക്കും അറിയാം. വലൗ അന്നഹും ഇദ്വലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. പാപം ചെയ്താൽ അത് പുറത്തു കിട്ടലാണ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹം അല്ലാഹുവിൽ നിന്ന് ലഭിക്കാൻ നിങ്ങൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുക. തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കും, അങ്ങനെ അല്ലാഹു പുറത്തു തരും എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, ഒരാൾ പാപം ചെയ്താൽ അയ്യതു ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ തങ്ങളെ സമീപിക്കണം. വയസ്അലുഹു, എന്നിട്ട് തങ്ങളോട് ചോദിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പുറത്തു തരാൻ അങ്ങ് ദുആ ചെയ്യണേ. എന്നിട്ട് അതിൽ അദ്ദേഹം ഒരു ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഒരു ആറാബിയായ മനുഷ്യൻ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു പദ്യം ചൊല്ലുന്ന ഒരു ചരിത്രം ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. ഉത്ബി റഹിമഹുല്ലാഹിൽ നിന്ന് വഫാത്തായി പോയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി തങ്ങളെ വിളിക്കലും തങ്ങളെ സമീപിക്കലും മഹാന്മാരെ സമീപിക്കലും എല്ലാം അത് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ലോകത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതെല്ലാം ഷിയായിസമാണെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ മനസ്സിൽ നിന്ന് ഈമാൻ കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അത് നാം ആരും വീണു പോകാൻ പാടില്ല. മഹാന്മാരെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് എന്നില്ലാതെയായി പോകുന്നു, അന്നാണ് നമ്മുടെ പരാജയം ആരംഭിക്കുന്നത് എന്നൊരു സംശയമില്ല. ലോകത്ത് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തകർക്കാൻ വേണ്ടി കടന്നു വന്ന വിഭാഗമാണ്, അതിനുവേണ്ടി ശ്രമിച്ചവരാണ് ബ്രിട്ടീഷുകാർ എന്ന് നമുക്കറിയാം. ആ ബ്രിട്ടീഷുകാര് അവരാണ് കേരളത്തിൽ കടന്നു വന്നപ്പോൾ, ഇന്ത്യയിൽ കടന്നു വന്നപ്പോൾ, പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിമീങ്ങൾ അവർക്കെതിരെ അതിശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചപ്പോൾ എന്താണ് ഈ മാപ്പിള മുസ്ലിമീങ്ങളുടെ പോരാട്ട വീര്യത്തിന് പിന്നിലെ പ്രചോദനം എന്നവർ പരിശോധിച്ചപ്പോൾ അത് മഹാന്മാരെ സ്മരിക്കുന്ന പടപ്പാട്ടുകളും മറ്റുമൊക്കെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാ പടപ്പാട്ടുകളും ചുട്ടുകരിക്കാൻ ആഹ്വാനം ചെയ്തത് ഇവിടെയുള്ള ബ്രിട്ടീഷുകാരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പടപ്പാട്ടുകളും മറ്റ് അനുസ്മരണ ഗാനങ്ങളും മഹാത്മാക്കളെ കുറിച്ചുള്ള സ്മരണകൾ ഉള്ള മൗലിദുകളും അതെല്ലാം തെറ്റാണ്, അതെല്ലാം പാപമാണ്, അതിൽ നിന്നെല്ലാം ആളുകൾ മാറി നിൽക്കണം, അതെല്ലാം ഇസ്ലാമിക വിരുദ്ധമാണ്, ഷിയായിസമാണ് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഷിയായിസം അല്ല. അതാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അവസാന കാലഘട്ടത്തിൽ എൻ്റെ ഉമ്മത്ത് 70-ൽ ചില്ലാനും കക്ഷികളായി ഭിന്നിക്കും. അതിൽ 72 നരകത്തിലാണ്, 1 മാത്രമാണ് സ്വർഗത്തിൽ. ആരാണ് അവർ എന്ന് തങ്ങളോട് ചോദിച്ചപ്പോൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, അഹ്ലുസുന്നത്തി വൽ ജമാഅ, രക്ഷപ്പെടുന്നവർ നബിയും സഹാബത്തും
കാണിച്ചെന്ന വഴിയിൽ. ആരാണ് അഹ്ലുസുന്ന? അവർ ഹും സലഫുൽ ഉമ്മത്തി വഅയിമത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. ഈ ഉമ്മത്തിലെ പൂർവികരും ഈ ഉമ്മത്തിലെ ഇമാമുമാരും അവരെ പിന്തുടരുന്നവരുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് ഇബ്നു തൈമിയ്യ അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മഹാന്മാർ കാണിച്ചെന്ന വഴിയിലൂടെ നാം സഞ്ചരിക്കുക എന്നതാണ്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ പ്രാർത്ഥന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ശരിയായ ഇസ്ലാമിൽ ഞങ്ങൾ അടിയുറപ്പിച്ച് നിർത്തണേ. എന്താണ് ഇസ്ലാം എന്ന് തൊട്ടടുത്ത ആയത്തിൽ, തൊട്ടടുത്ത വരിയിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ വഴി. ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ? അംബിയാക്കൾ, ശുഹദാക്കൾ, സുദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോലത്തെ സ്വാലിഹീങ്ങൾ, സുദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലത്തെ സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, അവർ കാണിച്ചെന്ന വഴിയിലൂടെ സഞ്ചരിക്കുക എന്നതാണ് നാം പിഴച്ചു പോകാതിരിക്കാനുള്ള മാർഗം എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആര് ഖുർആൻ പറഞ്ഞു വന്നാലും, ആര് ഹദീസ് പറഞ്ഞു വന്നാലും, ആര് എന്തിന്റെ പേരിൽ പറഞ്ഞാലും അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാനുള്ള ഏക മാനദണ്ഡം അത് പൂർവീകർ പഠിപ്പിച്ചു തന്നതാണോ അല്ലേ എന്നതാണ്. മൗലിദ് ഓതാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല, ഖുത്ബ പരിഭാഷപ്പെടുത്തണം, സ്ത്രീകൾ ഇന്ന് നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആശ്രയങ്ങളെല്ലാം പൂർവീകരെ പിന്തുണയില്ലാത്തതാണ്, പൂർവീകർ എതിർത്തിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം മഹാന്മാർ പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്. ലോകത്ത് മുസ്ലിമീങ്ങൾ തുറന്നു പോന്നിട്ടുള്ള വഴി എന്താണോ ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം പിഴച്ചു പോകുന്നത്. അതിൽ ആദ്യം വ്യതിചലിച്ചവരാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. അതിൽ ആദ്യം വ്യതിചലിച്ചവരാണ് ഖവാരിജുകൾ എന്ന് പറയുന്നത്. അവർക്കെല്ലാമുള്ള കുഴപ്പം എന്താണ്? അവർ നിസ്കരിക്കാത്തതല്ല, അവർ നോമ്പെടുക്കാത്തതല്ല, അവർ ഖുർആൻ ഓതാത്തതല്ല. ഖവാരിജുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവർ നിങ്ങളെക്കാൾ നിസ്കരിക്കും. സ്വഹാബയോടാ പറഞ്ഞത്, നിങ്ങളെക്കാൾ നോമ്പെടുക്കും, നിങ്ങളെക്കാൾ അവർ ഖുർആൻ ഓതും. അപ്പോ അവരെല്ലാം പിഴച്ചുപോയതിന്റെ കാരണം സ്വഹാബത്തിനേക്കാൾ നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും മറ്റു സുഹൃത്തുക്കൾ ചെയ്യുകയും ചെയ്തിട്ടും യംറുഖൂന മിനൽ ഇസ്ലാം, അവർ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണെന്നാണ് തങ്ങൾ പറഞ്ഞത്. അങ്ങനെ നിസ്കരിക്കുന്നവരുണ്ടാകും, നോമ്പെടുക്കുന്നവരുണ്ടാകും, ഖുർആൻ ഓതുന്നവരുണ്ടാകും. പക്ഷേ അതൊന്നും അവരുടെ ശരിയായ മാർഗത്തിന് അടയാളമല്ല. ലാ യഖ്ബലുല്ലാഹു ലിസ്വാഹിബി ബിദ്അ സൗമൻ വലാ സ്വലാത്തൻ വലാ സക്കാത്തൻ വലാ ഹജ്ജൻ വലാ ഉംറ വലാ സർഫൻ വലാ അദ്ല ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തോ ഫർദോ ആയ ഒരു കർമ്മങ്ങളും പുത്തനാശയം കൊണ്ട് നടക്കുന്നവരിൽ അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ്. അവരതൊന്നും ചെയ്യില്ല എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്, അതെല്ലാം ചെയ്യും. പിന്നെ എന്തേ അവർ പിഴച്ചു പോവാൻ കാരണം? നാം അടിവരട്ട് മനസ്സിലാക്കണം. ഞാൻ ഇത്രയും സുദീർഘമായി ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ കാരണം നമുക്കിടയിൽ അങ്ങനെ ചില ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്, നമ്മളാണ് ഷിയാക്കൾ, അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരാണ് ഷിയാക്കൾ, നമ്മളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. കാരണം സ്വഹാബത്തിനെ കൊച്ചാക്കിയത് ഷിയാക്കളാണ്, സ്വഹാബത്തിനെ കൊച്ചാക്കിയത് ഖവാരിജുകളാണ്, അലി റളിയല്ലാഹു അൻഹു കുത്തിക്കൊന്നത് ഖവാരിജുകളാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസാരപ്പെടുത്തിയത് ഷിയാക്കളാണ്. ഇങ്ങനെ സ്വഹാബത്തിനെ നിന്ദിക്കുകയും നിസാരപ്പെടുത്തുകയും ചെയ്തത് ഷിയാക്കളാണ് എന്നതിൽ സംശയമില്ല. അതേ പാതയിൽ ഇന്ന് ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ബിദ്അഈ പ്രസ്ഥാനങ്ങളെല്ലാം സ്വഹാബത്തിനെ കൊച്ചാക്കിയവരാണ്. ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഒറ്റ ഉദാഹരണം പറയാം. നാം നമ്മുടെ പള്ളികളിലെല്ലാം ഇന്ന് വെള്ളിയാഴ്ച ജുമാ ഖുതുബ കേട്ടു, അതെല്ലാം അറബി ഭാഷയിലായിരുന്നു. എന്നാൽ ചില പള്ളികൾ എന്ന് പറയുന്ന കേന്ദ്രങ്ങളിൽ ഇന്ന് ചില പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് ഖുതുബ എന്ന പേരിൽ. അത് പ്രഭാഷണം ആണ്, അത് ഖുതുബയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം 113 വർഷക്കാലം അത് സ്വഹാബത്തിന് പരിചയമില്ല, താബീങ്ങൾക്ക് പരിചയമില്ല, തബൂ താബീങ്ങൾക്ക് പരിചയമില്ല. 113 വർഷക്കാലം ഒരു പള്ളിയിൽ, ഏതെങ്കിലും ഒരു പള്ളിയിൽ, ഏതെങ്കിലും ഒരു മിമ്പറിൽ, ഏതെങ്കിലും ഒരു ഖതീബ് അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടില്ല എന്നത് ഒരു സത്യമാണ്. സ്വഹാബത്ത് കാണിച്ചെന്ന വഴിയിൽ നിന്ന് വ്യതിചലിച്ച്
അതിന് ഒരു വിലയും കൽപ്പിക്കാതെ യുക്തിക്ക് വില കൽപ്പിച്ചുകൊണ്ട് ഖുത്ബ അത് പ്രസംഗമല്ലേ, അത് തിരിയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അത് ശ്രോതാക്കളുടെ ഭാഷയിലാക്കണമെന്ന് പറഞ്ഞ് പള്ളി മെമ്പർ കളങ്കപ്പെടുത്തുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് സ്വഹാബത്തിനെതിരാണ്. അങ്ങനെ സ്വഹാബികൾ അറബിയിലല്ലേ ഖുത്ബ നിർവഹിച്ചത് എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അത്തരം കക്ഷികൾ നമ്മളോട് പറഞ്ഞത് അവർ അങ്ങനെ നിർവഹിച്ചു എന്ന് തെളിവില്ല. തെളിവുണ്ട്. അത് ആദ്യമായി പരിഭാഷപ്പെടുത്തണമെന്ന് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി അടക്കം സ്വഹാബത്ത് അറബിയിലാണ് ഖുത്ബ നിർവഹിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വഹാബത്തിനെ നിസ്സാരപ്പെടുത്തുക എന്നതാണ് ഈമാൻ നഷ്ടപ്പെടാനുള്ള കാരണം. ഞാൻ പറഞ്ഞു വന്നത് അറബിയിൽ ഖുത്ബ സ്വഹാബത്ത് മുഴുവൻ നിർവഹിച്ചത് അങ്ങനെയാണ് മലയാളികളോടും. അപ്പോൾ അതിന് മറുപടി പറയുന്നത് കേരളത്തിലെ മുസ്ലിയാക്കൾ ദീനിന് തെളിവല്ലാത്തതുപോലെ അതും ഞങ്ങൾക്ക് തെളിവല്ല. ഇതിനേക്കാളും സ്വഹാബത്തിനെ പുച്ഛിക്കുന്ന വാചകം ഏതാണ്? മറ്റൊരിടത്ത് എഴുതിയത് സ്വഹാബത്ത് ആണ് നബി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവരെ കണ്ട് വിശ്വസിച്ചവർ പേരിൽ മാത്രം മുസ്ലിമീങ്ങളായിരുന്നു. പേരിൽ മാത്രം മുസ്ലിമീങ്ങളാണ് സ്വഹാബത്തിനെ കണ്ട് ദീൻ പഠിച്ചവർ. പിന്നെ ആർക്കാണ് യഥാർത്ഥ ഇസ്ലാം കിട്ടിയത്? 1920-കൾക്ക് ശേഷം വന്ന ആളുകൾക്ക്. നബി തങ്ങളുടെ ഗുരുമുഖത്ത് നിന്ന് ഇസ്ലാം പഠിച്ച സ്വഹാബത്തിനെ കണ്ട് ദീൻ പഠിച്ചവർ പേരിൽ മാത്രം മുസ്ലിമീങ്ങളാവുകയും യഥാർത്ഥ മുസ്ലിമീങ്ങൾ 1920-കൾക്ക് ശേഷമാണെന്ന് പറഞ്ഞാൽ അതിനോളം സ്വഹാബത്തിനെ പുച്ഛിക്കുന്ന മറ്റൊരു നിലപാടില്ല. അങ്ങനെ സ്വഹാബത്തിനെ നിസ്സാരപ്പെടുത്തുക എന്ന ഷിയാക്കളുടെ അതേ ആശയത്തിൽ നിലകൊള്ളുന്നത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഷിയാക്കളെ കുറിച്ച് പറഞ്ഞു അവർ യഹൂദു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ജൂതന്മാരാണ്. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ കളങ്കപ്പെടുത്തൽ നടത്തിയവരാണ്. അള്ളാഹുവിനെ സൃഷ്ടികളോട് സാമ്യപ്പെടുത്തിയവരാണ്. അള്ളാഹുവിന് അവയവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞവരാണ്. അള്ളാഹുവിന് കാലും കയ്യുമുണ്ടെന്ന് പറഞ്ഞവരാണ്. അതിന്റെ തുടക്കക്കാർ ഷിയാക്കളാണ്. അവരാണ് ഇസ്ലാമിക ലോകത്തേക്ക് ആശയം കടത്തിക്കൊണ്ടുവന്നത്. എന്നാൽ ഇന്ന് അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, സ്ഥലമുണ്ട്, ഭാഗമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തൗഹീദ് എന്ന പേരിൽ നമുക്കിടയിൽ ഇറക്കുമതി ചെയ്യുന്നത് ആരാണ്? ഈ നമ്മളെ ഷിയായിസം ആരോപിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്നും സ്ഥലങ്ങളുണ്ടെന്നും ഭാഗങ്ങളുണ്ടെന്നും പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഷിയായിസം ആണ്. അത് ഫിറഔനിന്റെ മതമാണ്, അത് അബൂജഹലിന്റെ മതമാണ് എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അബൂജഹൽ പഠിപ്പിച്ച വിശ്വാസം, ഫിറഔൻ പഠിപ്പിച്ച വിശ്വാസം, ഷിയാക്കൾ പഠിപ്പിച്ച വിശ്വാസം തൗഹീദിന്റെ പേരിൽ മുസ്ലിം ഉമ്മത്തിനെ അടിച്ചേൽപ്പിച്ച് യഥാർത്ഥ മുൻഗാമികളുടെ വഴിയിൽ സഞ്ചരിക്കുന്ന മൗലിദും റാത്തീബും അതുപോലെ സ്മരണയും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ ഷിയായിസം ആരോപിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുന്ന ആളുകൾ കടന്നു വരുമ്പോൾ അത്തരം കക്ഷികൾ പെട്ടുപോകുന്നത് നാം എല്ലാവരും അത്തരം വിഷയങ്ങളിൽ നിന്ന് പിന്മാറി നിൽക്കുകയും അത്തരം ആളുകൾക്ക് കാതുകൊടുക്കാൻ നാം ഒരിക്കലും തയ്യാറാവരുത് എന്നുകൂടെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രഭാഷകൻ അടുത്ത സമയത്ത് തന്നെ എത്തും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിച്ച് ഇസ്ലാമിന്റെ യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.